പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ യോസഫുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. തുടർന്നും ചിതറിയ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് മുതൽക്കൂട്ടാകട്ടെ. ഞാൻ മുഖവരകളൊന്നും പറയാതെ തന്നെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ബർന്നബാസുമായിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് താൻ ശുശ്രൂഷ ചെയ്ത സുവിശേഷം പറഞ്ഞ വ്യക്തികളെ വീണ്ടും കാണുവാനായിട്ട് പോകുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. യാക്കോബ് ജോസഫിനോട് നിന്റെ സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നീ അന്വേഷിച്ച് സുഖം തന്നെയാണെന്നൊക്കെ ചോദിച്ച് ആടുകൾ നന്നായിരിക്കുന്നു എന്നൊക്കെ നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ വീണ്ടും പൗലോസിലേക്ക് കടന്നുപോയത്. എന്നാൽ വീണ്ടും നമുക്ക് യോസഫിൻ്റെ അടുക്കിലേക്ക് തന്നെ വരാൻ, കാരണം അതാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന വിഷയം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നമുക്ക് പിന്നീട് അതിലേക്കൊക്കെ പോകാൻ സമയമെടുക്കാം. എന്നാൽ ഞാൻ പറയുന്ന സമയം അല്പം കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇച്ചിരൂടെ ഷോർട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, പക്ഷേ ചിലപ്പോൾ എല്ലാം പറഞ്ഞു വരുമ്പോൾ സമയം ആയി പോകുന്നതാണ്. ദൈവനാമത്തിൽ ക്ഷമിക്കുമല്ലോ. ഇവിടെ യോസഫിനെ വ്യത്യസ്തനാക്കുന്നത്, അല്ലെങ്കിൽ യോബിനെയൊക്കെ വ്യത്യസ്തനാക്കുന്നത്, അബ്രഹാമിനെയൊക്കെ വ്യത്യസ്തനാക്കുന്നത് ദൈവിക ന്യായപ്രമാണങ്ങൾ ലഭിക്കാതിരുന്ന കാലത്ത് ജീവിച്ച വ്യക്തികളാണ്. തോറ എന്ന് പറയുന്ന ദൈവിക ന്യായപ്രമാണങ്ങൾ അവരുടെ കയ്യിലെത്തുന്നതിന് മുമ്പ്, ഒരു പ്രമാണം കിട്ടുന്നതിന് മുമ്പ്, ഒരു നിയമങ്ങൾ കിട്ടുന്നതിന് മുമ്പ് നിയമങ്ങളെ അനുസരിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. അതാണ് ഇവരെ നമ്മളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ വിശുദ്ധ ബൈബിളുണ്ട്, ദൈവിക ന്യായപ്രമാണങ്ങളുണ്ട്, സഭകളുണ്ട്, പാസ്റ്റേഴ്സുണ്ട്, നമുക്ക് മെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഉപദേശിമാരുണ്ട്, നമ്മെ താക്കീത് ചെയ്യുവാൻ, ഇത് ചെയ്യരുത് ഇത് ചെയ്യണമെന്നൊക്കെ പറയുവാൻ നമുക്ക് മുമ്പിൽ ആളുകളുണ്ട്. ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്ത അപ്പച്ചന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ചൊവ്വ പോകാൻ കഴിയുന്നില്ല പലപ്പോഴും. കർത്താവിൻ്റെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനപ്രകാരം നമുക്ക് ഇട്ടിരിക്കുന്നത് ഏറ്റവും വലിയ നിയമം എന്ന് പറഞ്ഞാൽ വചനം തന്നെയാണ്. ഈ വചനത്തെ കൃത്യമായി അനുസരിക്കാനോ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനോ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് യോസഫിനെ സംബന്ധിച്ച് താൻ വ്യത്യസ്തനാകുന്നത്. ന്യായപ്രമാണങ്ങൾ ലഭിക്കാതിരുന്ന കാലത്ത് ദൈവിക അനുസരണത്തോടുകൂടെ, ദൈവിക മാതൃകയോടുകൂടെ ജീവിച്ച ഒരു യോസഫ്, അപ്പനെ അങ്ങനെ തന്നെ അനുസരിച്ച ഒരു യോസഫ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യോസഫ് ജീവിച്ചിരുന്നത്. തന്നെയല്ല, അപ്പന് ഇഷ്ടപ്പെടുവാനുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നു യോസഫ്. ഇഷ്ടപ്പെടാനുള്ള 1-2 കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. യാക്കോബിന് 4 ഭാര്യമാരിലും കൂടെ ഏകദേശം 12-13 മക്കൾ, 12 മക്കളും ഒരു പെൺമക്കൾ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒഫീഷ്യലായിട്ട് 2 ഭാര്യമാരും മറ്റ് 2 ദാസിമാരും. അന്നത്തെ കാലയളവുകളിൽ മക്കൾ എത്രത്തോളം കൂടുതലുണ്ടോ
അത്രയ്ക്ക് ആ കുടുംബത്തിനും ആ സ്ത്രീക്കും വില കൂടുകയാണ്. അതുകൊണ്ട് എത്രത്തോളം മക്കളെ പ്രസവിക്കാമോ, അത് ആരിലൂടെയാണെങ്കിലും, ഭാര്യയിൽ കൂടെയാണെങ്കിലോ ദാസിയിൽ കൂടെയാണെങ്കിലോ, അത് ഭാര്യമാർ തന്നെ അങ്ങനെ നിർബന്ധിക്കുമായിരുന്നു. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത്, അങ്ങനെ അപ്പന്റെ ഇഷ്ടപുത്രനാകാൻ കാരണം, ഒന്ന്, ഈ യാക്കോബിന് ഏറെ സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു റാഹേൽ. ആ റാഹേൽ പ്രസവിച്ച ആദ്യ കുഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ആദ്യ പുത്രനായിരുന്നു ഈ യോസഫ്. അതുകൊണ്ട് തന്നെ യോസഫിനോട് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. തന്നെയുമല്ല, നാം വചനം വായിക്കുന്നത് പോലെ യോസഫിന്റെ വാർദ്ധക്യകാലത്തുള്ള മകനായതുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിരുന്നു അവനൊരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹന്നയും ഹസ്ബൻഡും ഇതുപോലെ ശമൂവേലിന് വർഷങ്ങൾ തോറും നിലയങ്കി ഉണ്ടാക്കി കൊടുക്കുന്ന പതിവ് ഉണ്ട് എന്ന് നമുക്ക് വചനം വായിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. കാരണം ഇന്നുള്ളതുപോലെ ടെക്സ്റ്റൈൽസുകളോ അല്ലെങ്കിൽ തുണിക്കടകളോ വ്യാപാര സ്ഥാപനങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡിനനുസരിച്ച് മാറുന്ന വസ്ത്രങ്ങളോ, ഇന്ന് വസ്ത്രധാരണം കണ്ടാൽ പോലും നമ്മുടെ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിൽ ലോകം എങ്ങനെ പോകുന്നു അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഓരോ വിവാഹങ്ങളെടുക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിച്ചൊരു സമയമുണ്ട്. നാളെ കഴിഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഒരു കല്യാണ പ്രോഗ്രാമിന് വേണ്ടി അവരുടെ പ്രോഗ്രാം ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടെയായ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഫോട്ടോ ക്ലിയർ അല്ല, അവരുടെ അടുത്ത് നല്ലൊരു ഫോട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻ്റ് എടുത്ത് ഏതെങ്കിലും നല്ല ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഫോൺ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ കല്യാണത്തിന് വീഡിയോ ക്യാമറയൊന്നും ഇല്ലായിരുന്നു, കാരണം പൈസ ഇല്ല, ഞങ്ങൾ മൊബൈലിലെടുത്ത ഫോട്ടോയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ 2025 നടന്നൊരു സംഭവം ഞാനീ പറയുന്നത്. അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള അവരുടെ വിവാഹത്തിന് അവർക്ക് അവരുടെ വിവാഹത്തിന് ഫോട്ടോയോ വീഡിയോ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ ലൈവുകളോ ഒന്നുമില്ല. ഇന്നൊക്കെയുള്ള കല്യാണത്തിൻ്റെ ആഡംബരങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ അവരുടെ വസ്ത്രം, ആ ഡ്രസ്സിൻ്റെ വില 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ അവരുടെ ആഡംബരങ്ങൾ ഇങ്ങനെയുള്ള വേദികളിലാണ് കാണിക്കുന്നത്. ഓരോരുത്തർക്ക് ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. നാളെക്കുറിച്ചുള്ള വ്യാകുലതകളുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് വന്ന് പാടാമെന്ന് പറഞ്ഞു. അത് പത്തനാപുരത്താണ്, പുന്നല. ഫ്രീ ആയിട്ട് പാടി, ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ എന്നെ ഇതാക്കി കാണിക്കുകയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ സാമ്പത്തിക വണ്ടിക്കൂലിയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നമ്മൾ അത് വേണ്ടെന്ന് പറഞ്ഞ് ചെല്ലാൻ കഴിയുന്ന, അതാണ് എന്നെ സംബന്ധിച്ച് ഒത്തിരി ദൈവപ്രസാദം ലഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അത് നമുക്കൊരു സന്തോഷം തരുന്നത് വളരെ വളരെ വിലയുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചില ആഡംബരങ്ങൾ അത് കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നാറുണ്ട്. ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നത് കൊണ്ട് ചില പ്രോഗ്രാമിനൊക്കെ പോയാൽ സ്റ്റേജിൽ ഫ്ലവർ വെച്ചിരിക്കുന്ന ആ ഫ്ലവർ, ആ വെച്ച പൈസ മതിയായിരുന്നു നമുക്ക് ഒരു 5 കല്യാണം നടത്താൻ. ചിലരുടെ ഫുഡൊക്കെ എന്തുമാത്രം വേസ്റ്റ് ആയിട്ട് കൊണ്ട് കളയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ അവരുടെ സാമ്പത്തികം കാണിക്കുന്നത് ഇങ്ങനെയുള്ള വേദികളിലാണ്. അദ്ദേഹം കാണിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് കാണിക്കണം. അദ്ദേഹം
ഓടി കാറിലാണ് വന്നെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള കാറിലാണ് വരുന്നത്. ഇന്ന് പാസ്റ്റേഴ്സും അതിനൊക്കെ കൂട്ടു നിൽക്കുകയാണ്. ഞാനാരെയും കുറ്റം പറയുകയില്ല. ഇവിടെ നോക്കുക, തൻ്റെ ഇഷ്ടപുത്രനായതുകൊണ്ട് തനിക്ക് നിലയങ്കി ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കുക, യോസഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റേജസ് കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അവൻ്റെ ജീവിതയാത്രയിൽ. തൻ്റെ 17 വയസ്സുവരെ താൻ തൻ്റെ അപ്പന് ഇഷ്ടപുത്രനായിരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ എന്നെ അതിശയിപ്പിച്ചത്, എന്നെ ഭയപ്പെടുത്തിയത്, ആ ഇഷ്ടങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലെല്ലാം സുഖമെന്ന് തോന്നിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെല്ലാം സന്തോഷമായെന്ന് തോന്നിക്കുമ്പോൾ, ചിലപ്പോഴെങ്കിലും ചില നിമിഷങ്ങളിൽ നാം വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല, നാം ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നില്ല. ചില നിമിഷം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ പദ്ധതികൾ തകിടം മറിയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് പറയും പോലെയുള്ള സമയം, അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. നോക്കുക, ആ വാക്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അതിൻ്റെ 18-ാം വാക്യം, 37-18. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവർ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദൂരാലോചന ചെയ്തു. നോക്കുക, സഹോദരന്മാർ ജീവിക്കുവാൻ, അവരുടെ വിശപ്പടക്കുവാൻ, അവർക്കുള്ള ആഹാരമായിട്ട് ഇതാ യോസഫ് കടന്നു വരികയാണ്. നോക്കുക, അവർ ജീവിക്കേണ്ടതിന്, അവർക്ക് ആഹാരമായിട്ട് യോസഫ് വരുമ്പോൾ ഇപ്പുറത്തെ വശത്തുനിന്ന് അവനെ നോക്കുന്നത് അവനെ കൊല്ലേണ്ടതിന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം പലപ്പോഴും ജീവന്റെ ആഹാരവുമായി, കർത്താവ് തന്ന വചനവുമായി നാം ചില വിശന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങളെ നോക്കുന്നത് കൊല്ലേണ്ടതിന്, നിങ്ങളെ തകർക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് കുഴിയിലിട്ട് കളക. നോക്കുക, ക്ഷേമം അന്വേഷിക്കാൻ വന്നവനാ, ആഹാരമായിട്ട് വന്നവനാ. അവനെ കൊല്ലുവാൻ അവൻ്റെ സഹോദരന്മാർ. കാരണം എന്താണ്? അവൻ സ്പെഷ്യലായിരുന്നു. യോസഫ് ഇവരെല്ലാവരെക്കാളും സ്പെഷ്യലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൃപാവരമുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണെങ്കിൽ, പതിയെ അസൂയ ജനിക്കുക സ്വാഭാവികമാണ്. നമ്മുടെ ആത്മീയ ലോകത്തും അസൂയ ലഭിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെക്കാൾ നല്ലൊരു വണ്ടി എടുത്താൽ, അതൊക്കെ ആത്മീയ പക്വതയല്ല ഞാൻ പറയുന്നത്. ഒരു നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ, അടുത്ത വീട്ടിൽ ആ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വിജയിച്ചാൽ, നമുക്കറിയാം 10th എക്സാം വന്നപ്പോൾ നമ്മളൊക്കെ ചോദിച്ചതാണ്, നിനക്കെത്ര A+ ഉണ്ട്? എനിക്കിത്രയാ. ചിലരൊക്കെ എൻ്റെ മോന് ഇത്ര പ്ലസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഞാനൊരു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ മോനെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്നപ്പോൾ വേറൊരാൾ പറയാണ്, ആ മോന് 8 A+ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ പറയാ, 8ഒന്നുമില്ല, അവന് A+ പോലും ഇല്ലായിരുന്നു പറഞ്ഞു. കാരണം സമൂഹത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കള്ളം പറയേണ്ടി വന്നു.
അതും ഈ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനും നാളെ ഇത് ആവർത്തിക്കില്ലേ? നമ്മുടെ സ്റ്റാറ്റസ് തകർന്നു പോകാതിരിക്കാൻ, നമ്മുടെ സ്റ്റാറ്റസ് വീണു പോകാതിരിക്കാൻ നാമും ചില കള്ളങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഈ അസൂയ എന്ന് പറയുന്നത് ഒരു ചെറിയ വിത്ത് പോലെയാണ്, ഒരു ധാന്യമണി പോലെയാണ്. ആ വിത്ത് പാകിക്കഴിഞ്ഞാൽ ആ അസൂയ ഇങ്ങനെ മൂത്ത് അത് പകയിലേക്ക് മാറും. ഇവിടെയും അതാണ് സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ ഈ യോസഫിൻ്റെ കാര്യം പറയുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ദൂതുകൾ കർത്താവ് നൽകുകയാണ്. ഏതെങ്കിലും തരത്തിൽ അസൂയ ഉണ്ടെങ്കിൽ അത് ഈ സമയം അതിനെ നമുക്ക് മാറ്റാം. അസൂയ എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ അസൂയ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ ശൗലിൽ അസൂയ ഉണ്ടായി. കാരണം എന്താണ്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. എന്നതുപോലെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും, നമ്മുടെ ആത്മീയ മേഖലകളിലും, നമ്മുടെ ഭൗതിക മേഖലകളിലും അസൂയ സർവ്വസാധാരണമാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു കഴിവ് നിനക്കുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കില്ലാത്ത ഒരു കഴിവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ സമൂഹം അസൂയയോടെ നോക്കുന്നത് സാധാരണമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു വണ്ടി എടുത്തു. അപ്പോൾ അതിനെപ്പറ്റി തന്നെ ആളുകൾ പലതരത്തിലാണ് പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് നല്ല വണ്ടി തരും. ഞാൻ പറഞ്ഞു, അതിനെയൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ല. ഈ അസൂയ, അതിനെ നിങ്ങൾ താലോലിക്കുമ്പോൾ, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അത് പിന്നത്തേതിൽ പകയായിട്ട് മാറുകയാണ്. ഇത് നോക്കുക, തൻ്റെ ജ്യേഷ്ഠന്മാർ ആടുകളെ തീറ്റാൻ വന്ന സ്ഥലത്ത് മാത്രം വെച്ചുണ്ടായ ഒരു പ്രോബ്ലം അല്ല ഇത്. നാളുകൾക്ക് മുമ്പ് തൻ്റെ ഭവനത്തിൽ വെച്ച്, തൻ്റെ സമൂഹത്തിൽ വെച്ച് അസൂയ ഒരു പകയായിട്ട് മാറുകയാണ്. നിന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നിൽ അസൂയ എന്ന് പറയുന്ന വിത്തുണ്ടോ? അത് വളർന്നു വലുതാകുന്നുണ്ടോ? വചനം വായിക്കുന്നത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കേണ്ടതാണ്. നോക്കുക, അസൂയ പകയായിട്ട് മാറുകയാണ്. ആ പകയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവനെ കൊന്നുകളക. നാം ഒരുത്തിനെ കൊല്ലുന്നത് ഒറ്റ നിമിഷം കൊണ്ടുണ്ടാകുന്ന സാധനമല്ല. ചെറിയ ചെറിയ അസൂയകൾ ഇങ്ങനെ മുട്ടിപ്പുളപ്പെട്ട് അതിങ്ങനെ വളർന്നു വലുതായി അത് നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ അത് പകയിലൂടെ നമ്മെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീക ചിന്തകളെ, ആത്മീക സ്വഭാവങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ആ പക നമ്മളിൽ വലുതാകുകയാണ്. എന്നാൽ നോക്കുക, ഒറ്റ നിമിഷം കൊണ്ട് ഈ 17 വർഷത്തെ ആ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുകയാണ്. നോക്കുക, അതിൻ്റെ 23-ാം വാക്യം, സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി ഊരി അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായി. നിങ്ങൾ നോക്കുക, സ്വന്തം സഹോദരന്മാർ. യോസഫ് അവർക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്നതാണ്. അതുപോലും ഓർക്കാതെ അവർ എന്താണ് ഇത് ചെയ്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അസൂയ പകയിലേക്ക് മാറുക. പക കൊലപാതകത്തിലേക്ക് മാറുന്നത് പോലെ. നോക്കുക, ഇപ്പോൾ സ്വന്തം സഹോദരൻ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ നാം പലപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലേ? നമ്മുടെ ആത്മീക
സഹോദരന്മാർ, നമ്മുടെ സ്വന്തം രക്തബന്ധങ്ങൾ, അവരെയൊക്കെ കുഴിയിലേക്ക് എടുത്തിടുന്നത് ഞാനൊരു ആത്മീയ മർമ്മം പറയട്ടെ. നമ്മോടുകൂടെ നിത്യതയ്ക്ക് ഓഹരിക്കാരാകുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരെ നമ്മൾ നിത്യതയിലേക്കാണോ അടുപ്പിക്കുന്നത്, അതോ പൊട്ടക്കുഴികളിലേക്കാണോ, അതോ താഴ്ചയിലേക്കാണോ നാം അവരെ എടുത്തിടുന്നത്? അവരും നമ്മോടൊപ്പം ഉയർക്കാനുള്ളവരല്ലേ? അവരും നമ്മോടൊപ്പം സ്വർഗത്തിലേക്ക് കരേറി വരേണ്ടവരല്ലേ? അവരും ദൈവശബ്ദം കേൾക്കേണ്ടവരല്ലേ? പക്ഷെ നാം അവരെ പൊട്ടക്കുഴിയിലേക്ക് ഇടുകയാണ്. അപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. യോസഫ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ വാവിട്ട് കരഞ്ഞു കാണും. റൂബൻ ചേട്ടാന്നും സെബിലോണെന്നും ഒക്കെ വിളിച്ചിട്ടുണ്ടാകാം, യഹൂദയെ ഒക്കെ വിളിച്ചിട്ടുണ്ടാകാം, വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആഹാരം കൊണ്ടുവന്ന ആ 17 വയസ്സ് മാത്രം പ്രായമുള്ള. എന്നാൽ നോക്കുക, അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഈ ഒരു ചിന്ത നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതാണ്. സ്വന്തം സഹോദരനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ആഹാരം കഴിക്കാനിരിക്കുന്ന സഹോദരങ്ങൾ എത്ര നീചന്മാരാണ്! എന്താണ് ദൈവസ്നേഹം? അവിടെ നിന്നും ഇല്ലാതെ പോയി. പാപം അവരെ വരിഞ്ഞു മുറുക്കി. സ്വന്തം സഹോദരനെന്ന് അവർക്ക് യാതൊരു ബോധവുമില്ലാതെ, ഇതാ ഒരു വേദനയുമില്ലാതെ, ഇത് നമ്മുടെ ഒരു ചിത്രമാണ്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹമിത്രങ്ങൾ, സഹപ്രവർത്തകർ, നമ്മുടെ സ്വന്തക്കാർ, ബന്ധക്കാർ, നമ്മുടെ കൂടെയുള്ളവർ പൊട്ടക്കുഴിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ ദിവസം കൂളായിട്ട് നടക്കുക, അപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ പൊട്ടക്കുഴിയിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുക. എൻ്റെ വിനു പാസ്റ്ററെ, ഓരോരുത്തരുടെ പേര് നിങ്ങൾ തന്നെ പറയൂ. അവർ നിലവിളിക്കുകയാ. ആ നിലവിളി കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാത്രം ആഹാരം കഴിച്ച് ബലം പ്രാപിച്ചാൽ മതിയോ? നമ്മളെ കൂടപ്പിറപ്പുകൾ ഇതാ പൊട്ടക്കുഴിയിൽ കിടന്ന് നിലവിളിക്കുകയാ. എന്നെ ഒന്ന് കരകയറ്റൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഓ ജീസസ്. അധമ പാതാളത്തിൽ കിടന്ന് ഇപ്പോഴും നിലവിളിക്കുന്നുണ്ട്. എന്നോടൊന്ന് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ, എന്നോടൊന്ന് യേശുവിനെ പറ്റി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കുഴിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഈ നിലവിളിയുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ തന്നെ ആഹാരത്തിന്റെ രുചിയും അതിൻ്റെ മണവും. ആഹാരം മുമ്പിലിരിക്കുക മാത്രമല്ല, അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളിപ്പോൾ തലപൊക്കി നോക്കുമ്പോൾ ഇതാ നിങ്ങളുടെ വയല് വിളഞ്ഞു കിടക്കുന്നത് കാണാം എന്നൊരു വാക്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം, ആ ഒരു വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ 4-ാം അധ്യായം നോക്കുക, അതിൻ്റെ 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വലുത് ആഹാരമാണോ? പ്രൈസ് ദി ലോർഡ്. അതോ ആ പൊട്ടണക്കിടത്തിൽ കിടന്ന് നിലവിളിക്കുന്നതിൻ്റെ കരച്ചിലാണോ നിങ്ങളുടെ കാതുകളിൽ? എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക.
ഞാൻ പറഞ്ഞു 17 വർഷം വരെ സന്തോഷത്തോടുകൂടി അപ്പൻ്റെ ഇഷ്ടപുത്രനായി ജീവിച്ച യോസഫ് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. അപ്പൻ്റെ മകനല്ലാതാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. നോക്കുക, പ്രശ്നം ഗിലെയാദിൽ നിന്നും സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിയുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. നോക്കുക, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം സഹോദരങ്ങൾ തൻ്റെ സഹോദരനെ പാപത്തിൻ്റെ ചേറ്റുകുഴിയിലേക്ക്, പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ അന്യദേശത്ത് നിന്ന്, സ്വന്തക്കാരല്ല, ബന്ധക്കാരല്ല, നാട്ടുകാരല്ല, പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ പദ്ധതി നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരായിരിക്കുന്ന ഈജിപ്തിലെ കച്ചവടക്കാർ അവരവനെ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? വരുവിൻ, നാം അവനെ ഇസ്മായിലർക്ക് വിൽക്കുക, നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. സഹോദരന്മാർ അതിന് സംഭവിച്ചു. നോക്കുക, പൊട്ടക്കുഴിയിൽ ഇട്ടാലും അവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അവൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനെ കൊല്ലരുത്, അവൻ നമ്മുടെ സഹോദരനാണല്ലോ, തിരിച്ചറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആരുമല്ലാത്തവർ അവരെ വിലയ്ക്ക് വാങ്ങുകയാണ്. ഇവിടെ ഒന്ന് നിന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അത് ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് അവർ വിറ്റത്? വിൽക്കുന്നതിലൂടെ ഒരു അപ്പനും മകനും എന്ന ബന്ധം അവിടെ തീരുകയാണ്. അതാണ് യഹോവയായ ദൈവം മലാഖി പ്രവചനത്തിൽ പറയുന്നത്, ഇസ്രായേലിനെ വിറ്റുകളഞ്ഞു എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ പല വഴികളും നോക്കി. രാജാക്കന്മാരെ കൊണ്ടുവന്നു, പ്രവാചകന്മാരെ കൊണ്ടുവന്നു, ന്യായാധിപന്മാരെ കൊണ്ടുവന്നു, എല്ലാവരെയും കൊണ്ടുവന്നിട്ടും ഇവരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം വായിക്കുന്നത് അവരെ വിറ്റുകളഞ്ഞു എന്നാണ് വായിക്കുന്നത്. വിൽക്കുന്നതിലൂടെ അപ്പൻ്റെ അവകാശം നഷ്ടപ്പെടുകയാണ്. വിൽക്കുന്നതിലൂടെ മകനല്ലാതായി മാറുകയാണ്. വിൽക്കുന്നതിലൂടെ അവൻ അടിമയായി മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു വേദനയോടുകൂടിയാണ് ഞാനിവിടെ നിർത്തുന്നത്. കാരണം ഇഷ്ടപുത്രൻ മകനല്ലാതായി മാറുകയാണ്. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെന്നെ കൈക്കൊണ്ടില്ല. ഇതാ ഞാൻ അന്യദേശത്തേക്ക് പോകണം, അന്യജാതിക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. യോസഫിന്റെ യാത്ര ഇവിടെ തീരുന്നില്ല. നോക്കുക, അവൻ വിൽക്കുന്നതിലൂടെ അവൻ ഇനി മകനല്ല, ഒരു അടിമയായിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. 17 വർഷം ഇഷ്ടപുത്രനായിരുന്നവൻ ഒരു നിമിഷം കൊണ്ട് അടിമയായി മാറുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവൻ മകനല്ലാതായി തീരുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ നിലയങ്കി അവൻ ഇല്ലാതായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അസൂയ എന്ന വിത്ത് അത് മാരകമാണ്. അത് പാപത്തിലേക്കാണ് നിങ്ങളെ വഴിതെളിക്കുന്നത്. അത് പകയിലേക്കാണ് വഴിതെളിക്കുന്നത്. ഇവിടെ നോക്കുക, ഇപ്പോൾ ഒന്നാമത്തെ യോസഫ് അപ്പൻ്റെ ഇഷ്ടപുത്രനാണെങ്കിൽ, രണ്ടാമത്തെ ഒരു പോയിന്റ് വെറുക്കപ്പെട്ട ഒരു സഹോദരനായി തീരുകയാണ്. ഈ യാത്ര ഇവിടെ തീരുന്നില്ല. നമുക്ക് തുടർന്നും ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.